ഇന്ന് രാത്രി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് യൂദയുടെ ലേഖനം, അതിൻ്റെ 11-ാമത്തെ തിരുവെടുത്താണ്. ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കുമൊക്കെ വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. അവിടെ ഒടുവിലത്തെ പദം നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും നശിച്ചു പോകരുത്. നശിച്ചു പോകുന്നവരുടെ ഗണത്തിൽ ആരും പെടരുത്. ഇന്ന് രാത്രി ജീവന്റെ കൂട്ടത്തിൽ സകല ആൾക്കാരും വന്നു കയറണം. ഒരിക്കൽ കൂടി നമ്മുടെ കരോ ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതികളൊട്ടിച്ചെന്നെ കാക്കുന്നവൻ പക്ഷനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊട്ടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊട്ടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തി കൊണ്ടു വരുന്നവൻ. ജീവനായകന്റെ മനുവേലേ ജീവനായകന്റെ. കൃപയിൽ നികർപ്പു വെള്ളം എന്റെ ദൈവകൃപയിൽ നികർപ്പു വെള്ളം എന്റെ മേലൊടിച്ചു പാപത്തിൽ നിന്നുണർത്തി. കൃപയിൽ നിജവിയർപ്പുവെള്ളം എന്റെ മേലൊടിച്ചു പാപത്തിൽ നിന്നുണർത്തി. നാവിലൊരു പുതിയ പ്രാർത്ഥനയെ പകർന്നവൻ ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ കൂടി വിലപ്പെട്ട ദൂത്, രക്ഷയുടെ ദൂത് വളരെ ശക്തമായി ദൈവം കേൾപ്പിച്ചു. നാളെ അവിടുന്ന് അനുവദിച്ചാൽ ഇവിടെ വന്ന് സംസാരിക്കുന്ന ബഹുമാന്യ കർത്തദാസനും വളരെ ശക്തമായി ദൈവിക ദൂത് അറിയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഈ രാത്രിയിൽ അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. മുമ്പ് തുടക്കത്തിൽ തന്നപോലെതാ. കർത്താവ് അതിന് കൃപ നൽകുമാറാകട്ടെ.
ഞാൻ ഓർപ്പിച്ചല്ലോ, പരിചിതരായ ധാരാളം ആൾക്കാർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന കോട്ടയാണ്. മേലിലും പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഫിലിപ്പിച്ചനുമായിട്ട് ഏറെ വർഷത്തെ ബന്ധം, ധാരാളം യോഗങ്ങൾക്ക് പോയി ശുശ്രൂഷിപ്പാൻ ഇടയായിട്ടുണ്ട്. തന്നെയല്ല, ചെന്നിത്തല കാരാഴ്മയൊക്കെ പഴയ ദൈവമക്കൾ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. അവരുടെ പിന്തലമുറകളും കർത്താവിനെ സേവിക്കുന്നതിൽ ദൈവത്തിന് മഹത്വം. ഞാനെപ്പോഴും പറയാറുണ്ട്, ചെന്നിത്തല എന്ന് പറയുമ്പോൾ സാധാരണ പെട്ടെന്ന് ചെന്നിത്തല ഏക്കബ് സാറിൻ്റെ പേര് പഴയ ആൾക്കാർ പറയും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് അത്ര ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. പിന്നെ ഞാൻ മറക്കാത്ത ഒരു വ്യക്തിയാണ് പായിക്കാട്ട് ജോണിച്ചന്. വളരെ നല്ല ഒരു കർത്തൃദാസനായിരുന്നു, കടന്നുപോയി. പിന്നെ TPM സഭയുടെ പഴയ ഒരു ചീഫ് പാസ്റ്റർ ഉണ്ടായിരുന്നു, BG ശ്യാമുവേൽ. അതൊക്കെ ചെന്നിത്തലക്കാരനാണ്. അങ്ങനെ ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ. അടുത്ത കാലത്താണല്ലോ കടന്നുപോയ നമ്മുടെ മുട്ടൻ കീവറിച്ചാൻ. അദ്ദേഹം മുട്ടൻകാരനെങ്കിലും ഇവിടെ വന്ന് പാർത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത ആ വാത്സല്യ ബഹുമാന്യ പിതാവ്. മറ്റനേക ദൈവമക്കൾ ഈ ദേശത്തുണ്ട്. അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ടൊരു കുടുംബമാണ് നമ്മുടെ കറുകത്തറയിലെ തങ്കച്ചായന്. ഏറെ വർഷങ്ങൾ ആ സഭയിൽ പല കുടുംബങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ധാരാളം പരിചിതർ ഈ ദേശത്തുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് തിരുവഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ധ്യാനിക്കാം. അതിനടിസ്ഥാനമായിട്ട് വായിച്ചത് യൂദയുടെ ലേഖനം 11-ാം വാക്യമാണ്. മുമ്പ് ഞാൻ തുടക്കത്തിൽ തന്നതുപോലെ ഒന്ന് എനിക്ക് പറയാനറിയാൻ മേൽ. ഒന്നുകൂടെ വായിച്ചു. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. യൂദയുടെ ലേഖനം, അതിൻ്റെ 11-ാമത്തെ തിരുവെഴുത്ത്. ഈ തിരുവെഴുത്തിൽ 3 വ്യക്തികളെ പരാമർശിക്കുന്നു. അതെല്ലാം നിങ്ങൾക്കറിയാം. 1 കയീൻ, 2 ബിലയാം, 3 കോരഹ്. ഈ 3 പേരുടെ രീതികളും പ്രവർത്തികളും ചെയ്തികളും നാം അനുഷ്ഠിച്ചാൽ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ വിട്ടൊഴിഞ്ഞ് നശിച്ചു പോകാതെ നാം എല്ലാം നിത്യജീവൻ പ്രാപിക്കണം. അതായതിലെ പ്രധാന വിഷയം. അത് വചനപരിജ്ഞാനമുള്ളവരായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതിൽ ഒരു സിംഹഭാഗം ആൾക്കാരും എപ്പോഴും പറയാറുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കാം. പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ 21 ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഒരധ്യായമുള്ള പല ലേഖനങ്ങളുണ്ട്. അതിലൊന്ന് യൂദയുടെ ലേഖനം. പിന്നെ ലേഖനം ഫിലേമോന്റെ ഒരു ലേഖനം. പിന്നെ യോഹന്നാന്റെ 2-ാം ലേഖനവും യോഹന്നാന്റെ 3-ാം ലേഖനം. അപ്പൊ ഈ 4 പുസ്തകങ്ങൾ ഓരോ അധ്യായങ്ങളേ ഉള്ളൂ പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ. പക്ഷെ ഇതെല്ലാം ഒന്നുകൊന്നൊക്കെ മെച്ചപ്പെട്ട പുസ്തകങ്ങളുമാണ്. അപ്പോൾ തന്നെ ഈ യൂദയുടെ ലേഖനത്തിൽ നമുക്കറിയാം, കാണാനങ്ങ് പറഞ്ഞു എത്ര വാക്യമാ? 25 വാക്യങ്ങളാ. ഇതുപോലെ 25 വാക്യമുള്ള വേറൊരു ലേഖനം ഏതാ? കൂടെ എന്തെങ്കിലും പറഞ്ഞ സഹോദരിമാരാ? ഫിലേമോന്റെ ലേഖനം. അത് 25 വാക്യമേ ഉള്ളൂ. 2 ലേഖനത്തിലും കൂടെ 50 വാക്യം. പക്ഷെ 2 ലേഖനവും ഒന്നുകൊന്നുക്ക് മെച്ചമാണ്. 2 ലേഖനവും നമുക്കറിയാം. ഫിലേമോന്റെ ലേഖനത്തിന്റെ വിഷയം അറിയാം. ഫിലേമോൻ ഒരു ധനാഢ്യനായിരുന്നു. കൊലോസിയ പട്ടണത്തിൽ ജീവിച്ച വ്യക്തി. അങ്ങേരുടെ വീട്ടിലെ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയുടെ ശുശ്രൂഷകൻ അദ്ദേഹത്തിൻ്റെ മകൻ അർക്കിപ്പാസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയും വളരെ ഉത്സാഹത്തോടെ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു. അപ്പിയ മാത്രമല്ല, ഈ ധനാഢ്യനായ ഫിലേമോന്റെ വീട്ടിലെ ഒരടിമയായിരുന്നു ഒനേസിമോസ്. എന്തോ കാരണത്താൽ ഒനേസിമോസ് തെറ്റ് ചെയ്തു, കളവ് ചെയ്ത്
അവിടുന്ന് പോയി. ഒടുവിൽ പൗലോസ് റോമിൽ തടവിലായിരിക്കുമ്പോൾ, വീട്ടു തടങ്കലിൽ ആയിരിക്കുമ്പോൾ ഈ ഒനേസിമോസിനെ പരിചയപ്പെട്ട് സുവിശേഷം പറഞ്ഞു. ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പൗലോസ് കത്തെടുത്തുമ്പോൾ പറഞ്ഞത്, ഞാൻ തടവിൽ വെച്ച് ജനിപ്പിച്ച എൻ്റെ മകൻ. അവിടെ കിടന്ന് പരാതിയാലേക്ക് ഒന്നുമല്ല, ഞാനിവിടെ വരാൻ കാരണക്കാരൻ ഇന്നവനെ, അവൻ്റെ തല പോവുകയുള്ളൂ, ഇവനൊന്നും ഗതി പിടിക്കുകയല്ല. നമ്മളായിരുന്നേ നമ്മൾ പറയുന്നൊന്നും പൊതുവെ പറയാനൊക്കുകയല്ല. പക്ഷെ പൗലോസ് ആ തടവിൽ വെച്ചും ഒരാളോട് സുവിശേഷം പറഞ്ഞ് അവനെ നേടിയെടുത്തു. അപ്പോൾ നിയമം അനുസരിച്ച് ഈ ഒനേസിമോസ് വീണ്ടും ഫിലേമോൻ്റെ വീട്ടിലോട്ട് വിടണം. അതിന് കത്ത് കൊടുത്ത് വിടുക, അതാണല്ലോ അതിലെ വിഷയം. ഞാൻ ആ ലേഖനം വായിച്ചപ്പോൾ വലിയ സന്തോഷവും കരയുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ഒരു മനോഭാവമാണ് അവിടെ പൗലോസ് കാണിച്ചിരിക്കുന്നത്. അവൻ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മേ കണക്കിട്ടോളാൻ. നീ ഇവനെ എന്നെ പോലെ ചേർക്കണമെന്നാ. നിന്റെ വീട്ടിൽ എന്തോ കളവ് കാണിച്ചാ പോയത്, ഇനിയും തിരിച്ചു വരുന്നത് അവൻ കള്ളനായിട്ടല്ല, ദൈവവൈതലായിട്ടാ വരുന്നേ. അവൻ നീയും നിന്റെ ഭാര്യ അപ്പിയയും നിന്റെ മകൻ അർക്കിപ്പാസും, വീട്ടിലെ സഭയെ കുറേ പേരുണ്ട്, അവരാരും അവനെ പണ്ട് മോട്ടിച്ചോണ്ട് പോയ കള്ളം വരുന്നെന്ന് പറയരുത്. ആ മനോഭാവം ഉണ്ടാകരുത്. എന്നെ പോലെ അവനെ അല്ല, നമുക്ക് ഈ മനോഭാവം ഉണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തേങ്ങ മോട്ടിച്ചാൽ മതി, നമ്മൾ നാട്ടുകാരോടെല്ലാം പറയും കള്ളം പോകുന്നതിൻ്റെ തൊണ്ണാൻ മോട്ടിച്ചവനാണ്. അവനെ തേജോവധം ചെയ്യാവൻ്റെ പരമാവധി. അവൻ സഭയിൽ വന്നാൽ പറയും പാസ്റ്റോട് അവനെ കേട്ടരുത്, പാസ്റ്റർ അവന്. ഇതാണ് നമ്മുടെയൊക്കെ മനോഭാവം. പക്ഷെ പൗലോസിന്റെ ആ മനസ്സ് എന്ത് നല്ല മനസ്സാ. എൻ്റെ മേ കണക്കിട്ടോണം, ഞാൻ തരാമെന്ന്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. എൻ്റെ വിഷയം അതല്ല, യൂദയുടെ ലേഖനത്തിലേക്കാണ് വരുന്നെങ്കിലും 25 വാക്യമുള്ള 2 ലേഖനമായതുകൊണ്ട് അതിനെ ഒന്ന് പരാമർശിച്ചെന്നേ ഉള്ളൂ. ഒനേസിമോസിനെ പറ്റി, ഫിലേമോനെ പറ്റി 1, 2, 3 വാക്യം അതിൽ എഴുതിയിട്ടുണ്ട്. നീ അനേക വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവനാ. നീ അനേകരുടെ ഹൃദയം തണുപ്പിച്ചവൻ. 7-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഏതാ? 7-ാം വാക്യം വായിച്ചേ. വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് മതി. അപ്പോൾ നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവനാ, അല്ലാതെ അവരുടെ ഹൃദയത്തിനകത്ത് തീ കോരിയിടുകയല്ല. എന്നോടൊരിക്കലൊരു ഉപദേശം പറഞ്ഞു, ശനിയാഴ്ച ആകുമ്പോൾ എനിക്കിതിലെ ഒരു തീയാന്ന്. ഞാൻ ചോദിച്ചു, ആത്മാവിൻ്റെ അല്ല, ഞായറാഴ്ച ഇവനെല്ലാം വരും, എന്നതാ ഒപ്പിക്കുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്കങ്ങ് അങ്ങനെ തീയിടുന്ന ആൾക്കാരുണ്ട്. ഇത് ഒനേസിമോസ് ഫിലേമനെ പറ്റിയുള്ള സാക്ഷ്യമാണ്. നീ അനേക വിശുദ്ധന്മാരുടെ ഹൃദയം, ദൈവമക്കൾ ഹൃദയം തണുപ്പിക്കുന്നവരായിരിക്കണം. മനോദുഃഖത്തോടെ, മനോഭാരത്തോടെ, വേദനയോടെ, ബുദ്ധിമുട്ടോടെ ആരെങ്കിലും നിന്റെ വീട്ടിൽ വന്നാൽ, നിന്റെ അടുക്ക വന്നാൽ, സഭയിൽ വന്നാൽ, അവർ തിരിച്ചു പോകുമ്പോൾ അവൻ സമാധാനത്തോടെ, ആശ്വാസത്തോടെ വേണം തിരിച്ചു പോകാൻ. അങ്ങനെ ആശ്വാസം കൊടുക്കാൻ ഒരേ മാർഗമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഒനേസിമോസിനോടുള്ള ബന്ധത്തിൽ ഫിലേമോനോട് പറയാ, നീ ഒത്തിരി പേരുടെ ഹൃദയം തണുപ്പിച്ചതല്ലേ. എന്നിട്ട് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, നിന്നെപ്പറ്റി നല്ല സാക്ഷ്യമാണ് കേട്ടേക്കുന്നത്, ഒത്തിരി പേരുടെ ഹൃദയം നീ. എന്നിട്ട് പറഞ്ഞു, സഹോദര അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഹൃദയം കൂടെ ഒന്ന് തണുപ്പിച്ചേ. 20-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. നീ എൻ്റെ ഹൃദയം കൂടെ ഒന്ന് തണുപ്പിക്ക. നീ അനേകരുടെ ഹൃദയം തണുപ്പിച്ച ആളാണ്, കേട്ടിട്ടുണ്ട്. നിന്നെപ്പറ്റി അനേകർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സഹോദര, എനിക്കൂടെ ഒരു അനുഭവം വേണ്ടേ? എൻ്റെ ഹൃദയം കൂടെ ഒന്ന് തണുപ്പിക്കാം. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം അന്യോന്യ ഹൃദയം തണുപ്പിക്കണം. അതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഫിലേമോൻ്റെ ലേഖനമൊക്കെ അടുക്കടുക്കായിട്ട് പറയുന്നത് ഇന്ന് അതല്ല. നമ്മുടെ 25 വാക്യം 2 ലേഖനവും സെയിം ആയതുകൊണ്ടാണ് ഒന്ന് പരാമർശിച്ച് എടുത്ത ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യൂദയുടെ ലേഖനം 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഈ യൂദയുടെ ലേഖനം നമുക്കറിയാം, ഈ യൂദ യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാ.
കാരണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മ വീണ്ടും മക്കളെ പ്രസവിച്ചു. അതിന് മക്കളുണ്ടായിരുന്നത് ധാരാളം വാക്യം തെളിവുണ്ട്. 6:3 ഇപ്പോൾ ഒന്ന് വായിച്ചോ. മർക്കോസ് 6:3. യേശുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം ഈ അമ്മയ്ക്ക് മക്കളുണ്ടായി. ആ മക്കളെ പറ്റി അവിടെ പരാമർശമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. ദൈവത്തിന് മഹത്വം. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ. കൊച്ചാക്കാനാ പറഞ്ഞത്, തച്ചനാന്ന്. നമ്മുടെ ഇടയിലും ചില ആൾക്കാർ പറയും പുള്ളി നിങ്ങളുടെ സഭയിലല്ലേ? ആ, ഞങ്ങളുടെ സഭയിലാ. മീൻപിടുത്തമാ. അത് പറയേണ്ട ഒരു കാര്യവും ഉള്ളതല്ല. എന്നാൽ അതുകൂടെ ചേർത്ത് ഇപ്പൊ എല്ലാവരും പാമ്പിയിരിക്കുക. ചിലരെ പറ്റി പറയല്ലേ പുള്ളി നിങ്ങളുടെ സഭയിൽ. ആ, നമ്മുടെ സഭയിലാ. മറ്റേതാ. ആർക്കും ഒന്നും അറിയാമല്ല. എല്ലാവരും പൊട്ടമാടത്ത് ഇരിക്കും പോലെ ഇരിക്കുക. ഇതിനപ്പുറം പറഞ്ഞാച്ചാ ഈ കണ്ണടച്ചിരുട്ടാക്കരുത്. എനിക്കിഷ്ടമല്ല. ഉള്ളതുപോലെ പറയണം. നമ്മുടെ ഭാഗമെല്ലാം പൊത്തി വെച്ച് മറ്റവൻ്റെ മണ്ട കുതിര കയറരുത്. എടാ, ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും കാര്യമായിട്ട് പറയണം. അപ്പൊ അന്നും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. മറിയയുടെ മകൻ, മറിയാമ്മയെന്നല്ല, മറിയ കൊച്ചമ്മയെന്നുമല്ല, മറിയാമ്മയെന്നുമല്ല, മറിയാമ്മയമ്മച്ചിന്നും നമ്മളൊക്കെ അങ്ങനെ ആണല്ലോ വിളിക്കുന്നത്. ചില കാശും പുത്തനും ചില പിടിപ്പുണ്ടെങ്കിലും മറിയാമ്മ കൊച്ചമ്മ, മറിയാമ്മ അമ്മച്ചി, മറിയാമ്മ ആൻറ്റി, മറിയാമ്മ അമ്മ, ഇതൊന്നും ഇല്ലാത്ത ഒരമ്മയാണ് പറയും മറിയ സൗരിയുടെ വീട്ടിൽ ഒരു പ്രത്യേക സാരിയാണ് മറിയ സാരി. ചൈന സിൽക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോട്ടൺ സാരി, കാഞ്ചീപുരം സാരി, അതുപോലെ ഒരു സാരിയാണ് മറിയ സാരി. എന്നെ ആർക്കും ഒന്നും അനുഭവമൊന്നുമില്ലാത്ത ചിലരുടെ മുഖമൊക്കെ വല്ലാതെ പോകുന്നു. ഇച്ചിരി കഴിയട്ടെ. ദൈവത്തിന് മഹത്വം. നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയാം, മോതിരമിട്ട് പൊന്മോതിരമിട്ട് വിലയേറിയ വസ്ത്രം ധരിച്ചു വരുത്താൽ നിങ്ങൾ പറയും സുഖാനായി ഇവിടെ ഇരിക്കാൻ. അല്ലാത്തൊരുത്തം വന്നാലോ എടങ്ങാനും പോയിട്ടാ. 1-ാം പ്രതി ഞാനാ. മുഖപക്ഷം ദൈവത്തിനില്ല, ദൈവമക്കൾക്കും പാടില്ല. ദൈവമക്കൾക്ക് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ദൈവമക്കൾക്ക് പാടില്ല. അട്ടെ, നമുക്ക് വിഷയം വിട്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഓ പിലേമ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ഇതിലും കട്ടിയ. ദൈവത്തിന് മഹത്വം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാ. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ. ഞാനൊരു കാര്യം പറയാം, എല്ലാം പറയണമല്ലോ. പ്രായമുള്ളവരെ ബഹുമാനിച്ച് സംസാരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരമ്മ, ഒരപ്പച്ചൻ, അല്ലെങ്കിൽ പറമ്പിന് തെങ്ങിന് തടവെടുക്കുക, ജോലിക്ക് വരുന്ന അപ്പച്ചൻ ആരുമാകട്ടെ, പെന്തിക്കോസോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ മുസ്ലിം സഹോദരനോ അല്ലെങ്കിൽ ഹൈന്ദവനോ ബുദ്ധനോ ജൈനോ ആരുമാകട്ടെ, അല്ലെങ്കിൽ ഈ അമ്മ ഏത് വിഭാഗത്തിൽപ്പെട്ട അമ്മയെങ്കിലും ആകട്ടെ, അവർ ജയിച്ചതിൻ്റെ അമ്മ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അമ്മ ഉടനെ ഒരു ശബ്ദവും കേൾക്കാൻ മേല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ സമപ്രായക്കാരായ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇളയതാണെങ്കിൽ നിങ്ങൾക്ക് പേര് വിളിക്കാം, സമപ്രായത്. പക്ഷെ നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കരുത്. ഈ കൈയടിച്ച് പാട്ട് പാടി മറുഭാഷ പറയുന്നത് നിന്നോടായി പറയുന്നത് വിളിപ്പിക്കരുത്. സ്തോത്രം. അഥവാ ചില പിള്ളേർക്ക് പക്വത വരാത്ത പിള്ളേർ കാണും. മറിയാമ്മയെന്ന് വിളിച്ച മറിയേ എന്ന് വിളിച്ച എടി അങ്ങനെ വിളിക്കരുത്. അമ്മച്ചി എന്ന് വിളിക്കും. ഇല്ലെങ്കിൽ അമ്മച്ചിന്ന് വിളിക്കാൻ കുറച്ച് അങ്ങ് ബുദ്ധിമുട്ടാണ്. മറിയാമ്മ എന്നങ്ങ് വിളിക്കുക. മറിയേ അത് വേണ്ട. തേ ഇങ്ങോട്ട് നോക്കിക്കേ, അങ്ങനെയും വിളിക്കരുത്. തേ ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുക. നിന്റെ ഈ സൂത്രബുദ്ധിയും കുരുട്ടുബുദ്ധിയല്ല. നിങ്ങൾക്ക് സമപ്രായക്കാർക്ക് വിളിക്കാം, നിങ്ങളിൽ ഇളയതാന്നേലും പേര് വിളിക്കാം. പക്ഷേ ഇതൊക്കെ പഠിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം, ധാരാളം പേരെ എനിക്കറിയാം. നല്ല മനുഷ്യരുണ്ട്, കുഴ തെറ്റിയതുമുണ്ട്, അത് ജന്നത്തലയിലും കാണും. നല്ല ആൾക്കാരും ഉണ്ട്.
അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രയോഗമാ. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചൻ അല്ലയോ കൊച്ചാക്കാൻ പറഞ്ഞതാ. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ മറിയം എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായി. അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്ന അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ മറിയത്തെ നിത്യകന്യകയായിട്ട് അംഗീകരിക്കാത്തത്. മറിയം നിത്യകന്യകയല്ല. നല്ല സ്ത്രീയാ, നല്ല അമ്മയാ, മാനിയാണ്, ബഹുമാനിക്കപ്പെട്ടവളാ, കൃപയുള്ളവളാ, നന്മ പറഞ്ഞവളാ, അതൊക്കെ സമ്മതിച്ചു. ആ നല്ല സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരമ്മയാ മറിയം. പക്ഷേ മറിയം നിത്യകന്യകയല്ല. തന്നെയല്ല, മറിയത്തോട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അവസ്ഥയില്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ അങ്ങനെ അംഗീകരിക്കാത്തത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ യേശുക്രിസ്തു അർത്ഥ സഹോദരനാണ് ഈ ലേഖനം എഴുതിയ യൂദ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിവുള്ളതാ. യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനായ യൂദയെങ്കിലും യൂദയുടെ മനോഭാവം ആ വാക്യത്തിലുണ്ട്. യൂദയുടെ മനോഭാവം. നമുക്കൊക്കെ ഒത്തിരി മനോഭാവമുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുന്നെങ്കിൽ എന്തെല്ലാം ചിന്തിച്ചോണ്ടാ ഇരിക്കുന്നു. ചിലരിപ്പോൾ ചിന്തിക്കുന്ന ഇത് 9-നും 9:15 നിർത്തുമെന്ന് തോന്നുന്നില്ല. അയാൾ ഇന്ന് ഇളകി നിൽക്കുക. അല്ല, മനോഭാവമേ. സ്റ്റേജിലിരിക്കുന്ന ഇന്നാളൊരാൾ പറഞ്ഞ് ഞങ്ങൾക്കിട്ട് താങ്ങുമോന്നാ ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. ഓരോ മനോഭാവക്കാരാ. വേറെ ചില പറയുന്നത് നമ്മുടെ സഭയെ പറ്റി പുള്ളി വല്ലോ പറയും. അങ്ങനെ മനോഭാവക്കാരുണ്ട്. ആട്ടെ, നമ്മുടെ എല്ലാം മനോഭാവം ദൈവം അറിയല്ലേ. ഇരിക്കുന്നതും എഴുന്നേക്കുന്നതെല്ലാം അവിടെ നിന്ന് അറിയുന്നുണ്ട്. ഹൃദയത്തിലെ നിരൂപണങ്ങളും ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ ഈ പരിജ്ഞാനം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് അറിയുന്ന ദൈവമാ. മനോഭാവം, യൂദയുടെ ഒരു മനോഭാവം. 1-ാം വാക്യം വായിച്ചാട്ടെ ലിസുമാമേ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പൊ യൂദ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാ പരിചയപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാ. പക്ഷെ അങ്ങനെ പരിചയപ്പെടുത്തിയില്ല. അതാ മനോഭാവം. യേശുക്രിസ്തുവിന്റെ ദാസൻ. ഇവരൊക്കെ എന്നേക്കാൾ നന്നായിട്ട് വചനമൊക്കെ ഗ്രഹിച്ചവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. അവിടെ ദാസനെന്ന് കൊടുത്തിരിക്കുന്നെങ്കിലും ശരിയായ പ്രയോഗം യേശുക്രിസ്തുവിന്റെ അടിമ, സർവന്റ് എന്നല്ല, യേശുക്രിസ്തുവിന്റെ അടിമ. വേണമെങ്കിൽ യൂദായ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. യേശുക്രിസ്തുവിന്റെ സഹോദരനെന്ന് പരിചയപ്പെടുത്തുകാരനെ കുറച്ചുകൂടെ മാന്യതയും കുറച്ചുകൂടെ ബഹുമാനവും കുറച്ചുകൂടെ ആദരവും സഭയിലൊക്കെ ചെന്ന പ്രത്യേക കസേര. അങ്ങനെയാണല്ലോ ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നേ. ചെല്ലുമ്പോഴേ പറയാം ഞാൻ പുള്ളി കൗൺസിലുള്ള എന്നാ പ്രത്യേക കസേര. കൗൺസില് പുള്ളി സെക്രട്ടറിയാ. അയ്യോ ആണോ? പുള്ളി ട്രഷറാ ആണോ? ഇല്ലാത്ത കസേര എവിടുന്നേലും കൊണ്ടുവന്ന് ഇരുത്തിയില്ലെങ്കിൽ ലോക്കൽ പാസ്റ്റർക്ക് പിന്നെ പണി വരും. പുള്ളി സൂപ്രണ്ടാ. അയ്യോ, പുള്ളി പ്രസ്ബിറ്ററാ. കുറ്റമല്ലി പറയുന്നത്. അയ്യോ, ഓവർസിയറാ. അവരെ ബഹുമാനിക്കരുതെന്നല്ല. പുള്ളി പ്രസിഡന്റാ. എന്തിനായി സ്ഥാനവും മാനോ? അങ്ങാടിയിൽ വന്നനോ, പള്ളിയിൽ മുഖ്യാസനവും.
ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയുന്നത്. ഒന്നാം പ്രതി ഞാനാ. നമ്മുടെ എല്ലാം മനോഭാവം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ. യൂദ യേശുക്രിസ്തുവിന്റെ സഹോദരനാന്ന് വെളിപ്പെടുത്തില്ല. അതാ മനോഭാവം. നമുക്ക് ഒരു ഇച്ചിരി സ്ഥാനവും ആൾക്കാരൊക്കെ ഒന്ന് അറിയാനും ബഹുമാനവും ഒക്കെ കിട്ടാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇല്ലെങ്കിലും നമ്മൾ ബന്ധം ഉണ്ട്. അസംബ്ലീസ് കോഡുകാരാണെങ്കിൽ ചില പറയും ഞാൻ ടീജയുടെ ആളാ, ഞാൻ ടീജയുടെ. അപ്പം കുറച്ചുകൂടെ എന്നാ നിങ്ങളിങ്ങനെ പറയും. ചർച്ചോക്കോടുകാരാന്നേ പറയും ഞങ്ങൾ വൈ റജിയുടെ ആളാ. IPC-കാരാന്നേ പറയും ഞാൻ വത്സന്റെ ശിങ്കിടിയ. എന്തിനാ ഇതെല്ലാം പറയുന്നേ? ഷാരോങ്കാരാന്നേ പറയാം തോമാച്ചന് ഞങ്ങൾ ഫസ്റ്റ് കസിനാ. ചെന്നിത്തലക്കാർ പറയുന്നത് ജേക്കബ് സാറ് ഞങ്ങളും. TPM-കാർ പറയും ചീഫ് പാസ്റ്ററുടെ കുടുംബത്തിൽപ്പെട്ടതാ ഞാൻ. അവര് ആട്ടെ, പറയുവോ പറയാതിരിക്കുവോ. ചെല്ലി പറയത്തില്ല BG ശോമേലപ്പച്ചൻ്റെ ഞങ്ങളൊരു ഫാമിലിയാ. കേട്ടിട്ടില്ലേ ചെല്ലി പറയാന്നേ? IPC-കാരാണെങ്കിലും പറയാം ഉണ്ണുണ്ണി സാറ് ഞങ്ങളും. എന്തിനാ ഇതെല്ലാം പറയുന്നതെന്ന് ചോദിച്ചാലും മറുവശം ചെല്ലുന്നിടത്ത് കുറച്ച് മാന്യത, ബഹുമാനവും ആദരവും കിട്ടും. പക്ഷെ യൂദയ്ക്ക് അങ്ങനെ താല്പര്യമില്ല. യൂദായുടെ മനോഭാവം യേശുക്രിസ്തുവിന്റെ സഹോദരൻ എന്നറിയുന്നതിലും അവന് മാന്യത അവിടുത്തെ ദാസനായിട്ടിരിക്കുന്നതാണ്. അയ്യോ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ ദൈവത്തിന്റെ ദാസൻ എന്ന് പേര് വെക്കുന്നതാ കുറച്ചുകൂടെ നല്ലത്. നോട്ടീസിലേ ദൈവത്തിന്റെ ദാസൻ അങ്ങനെ ആണോ ഇപ്പം വെക്കുന്നത്? അങ്ങനെ ആണോ വെപ്പിക്കുന്നത്? ഇനി ഏതേലും ഒരുത്തൻ അങ്ങനെ വെപ്പിച്ചാൽ അവന്റെ കാര്യത്തിനൊരു തീരുമാനമായി. എന്നെ അധ്യക്ഷൻ കണ്ണടച്ചിരുട്ടാക്കുന്ന ഞാൻ കാര്യമാണ് പറയുന്നത്. കറക്റ്റ് കാര്യമായി പറയാൻ പേടിയൊന്നുമില്ല. ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ അയാളെ പറഞ്ഞു വെച്ച് പോയതാ, എന്നെ വിട്ടേക്കാൻ അങ്ങ് പറഞ്ഞാൽ മതി. എന്റെ പ്രിയരെ, നമ്മുടെ എല്ലാം മനോഭാവം ഒന്ന് ചിന്തിച്ചേ. യൂദായുടെ ആഗ്രഹ മനോഭാവം ബന്ധം പിടിക്കാനല്ല, ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. അതാ ഏറ്റവും വലിയ പദവി. നീ ഒരു ദൈവദാസി, നീ ഒരു ദൈവദാസൻ. അതിൽ കൂടുതൽ എന്നാ പദവി കിട്ടാനാ? തന്നെയല്ല ഇവര് ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തുമ്പോഴും റവറൻ്റെന്നോ ഡോക്ടറെന്നോ സോയാൻസോ അങ്ങനൊന്നും പരിചയപ്പെടുത്തുകയില്ല. സഹോദരനെന്നാ. നിങ്ങൾ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ലിസമാമേ. ലിസമാമ തന്നെ വായിക്കണമെന്നില്ല, എടുത്തവർക്ക് ഉറക്കെ വായിക്കാം, അവിടെ എടുക്കാൻ താമസം വന്നേ. അയാളൊരു തള്ളേനെ കണ്ടിന്ന് കൊണ്ടുവന്ന് പുള്ളിക്കാരിയെ കൊണ്ട് തന്നെ വായിപ്പിക്കുക, ഞങ്ങളും വായിക്കാനിരുന്നതാ എന്ന് ചിന്തിക്കണ്ട. എടുത്തവർക്ക് ഉറക്കെ വായിക്കാം, അല്ലെങ്കിൽ ലിസമാമ വായിക്കും. നമ്മുടെ പ്രിയ സഹോദരനായ അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും, കണ്ടോ സംബോധന, സഹോദരനായ പൗലോസ്. 20 നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് സഹോദരനായ പൗലോസ്. ഇതാരാ പറഞ്ഞത്? പത്രോസ്. ഒരാള് 3-ാം സ്വർഗത്തിൽ പോയിച്ചു വന്നയാള്, എന്റെ ഭാഷയാ. ഒരാളുടെ കയ്യിലാണ് സഭയുടെ ചാവി, ഒരാളുടെ കയ്യിൽ താക്കോല്. പറഞ്ഞല്ലോ താക്കോല് തരിക. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് വേറെ പുസ്തകത്തിലില്ല, പുള്ളിയുടെ ആശയം യോഗം കൂടുമ്പോൾ പുള്ളി ഇങ്ങനെ ചാവി കറക്കി കാണിക്കുവന്ന്. പീറ്ററേ, നല്ല അന്തരീക്ഷം വരുമ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരുടെയും താക്കോലില്ല. ഇത് മറ്റ് അപ്പോസ്തലന്മാർ യേശുവിനോട് പറഞ്ഞ് കർത്താവേ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ. അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം പറഞ്ഞു അവൻ്റെ ഈ ചാവിയുള്ളൂ, എൻ്റെ ഈ മരണത്തിന്റെ പാതാളത്തിന്റെ ചാവിയാണ്. അന്നേരം ആ മറ്റവർക്കെല്ലാം ഒരു ആശ്വാസമായി. ദൈവത്തിന് മഹത്വം. ഒരാള് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആള്, പീറ്ററിന്റെ കയ്യിൽ താക്കോലുമുണ്ട്. പക്ഷെ അന്യോന്യ സംബോധന ഇപ്പൊ സഹോദരൻ. ഇന്നെങ്ങാനും അങ്ങനെ പറഞ്ഞാലോ?
അല്ല, യോഹന്നാനും അങ്ങനെ പറഞ്ഞ 1:9 വായിച്ചേ. വെളിപ്പാട് 1:9. വെളിപ്പാട് 1:9 വായിച്ചേ. നിങ്ങളുടെ സഹോദരൻ, അങ്ങനെ എഴുതിയേക്ക്, നിങ്ങളുടെ സഹോദരൻ. യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുക, നിങ്ങളുടെ സഹോദരൻ. ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇന്നെങ്ങാനും അങ്ങനെ മെയിൻ ആളിനെ കയറി സഹോദര എന്ന് വിളിച്ചാൽ തീർന്നതോടെ. മുമ്പേ പറഞ്ഞാൽ അവൻ്റെ കാര്യത്തിലൊരു നമ്മുടെ സഭയുടെ മേലധ്യക്ഷൻ സഹോദരൻ വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അട്ടപ്പാടിക്കായിരിക്കും ട്രാൻസ്ഫർ. മലയാളം ഡിസ്ട്രിക്റ്റിൽ പോലും. പിന്നല്ലേ AG ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. IPC ആകുമ്പോൾ ഞാൻ അതിൻ്റെ പരുവത്തിന് പറയും. മര പറഞ്ഞ് ആ കൊടിയിടുന്നത്. ചെല്ലു പറയാറുണ്ട്, ഇവിടുത്തെ കാര്യമല്ല അവിടെ, അല്ലല്ല ഇവിടുത്തെ കാര്യം ഇവിടെ തന്നെ പറയണം. ഇവിടുത്തെ കാര്യം പിന്നെ ഇവിടെ പറയാതെ വേറെ വല്ലയിടത്തും പോയി എന്തുവാ മൊത്തം വായിക്കുന്നത്? ഉള്ള കാര്യമാണ് നീ പറയുന്നത്. അന്യോന്യം പരിചയപ്പെടുത്തുന്നത് സഹോദരനാണ്. സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ യേശുക്രിസ്തുവാണ്. ജ്യേഷ്ഠ സഹോദരൻ. അവിടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്ക് എപ്പോഴാണ് നിർത്തേണ്ടത്? എന്ത് നമ്മുടെ പാസ്റ്റർ എപ്പോഴും അധ്യക്ഷനോട് എപ്പോൾ നിർത്തണം? 9 മണിയാണ് നമ്മുടെ. ആയിക്കോട്ടെ. അപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ യേശുക്രിസ്തു. യൂദയുടെ മനോഭാവം യേശുക്രിസ്തുവിന്റെ ദാസൻ. രണ്ടാമത്തെ ഒരു മനോഭാവം, അതുകൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. രണ്ടാമത്തെ മനോഭാവം 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ ഇനി 3-ാം വാക്യം അടുത്തത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷ അവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ 1-ാമത്തെ മനോഭാവം, ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയാ. പരിചയപ്പെടുത്തിയതാ. യഥാർത്ഥത്തിൽ അർത്ഥ സഹോദരനാ, ഒന്നും വെളിപ്പെടുത്തിയില്ല. ഞാനോ നിങ്ങളോ വല്ലോ ഈ ലേഖനം എഴുതി നമ്മളായത് യൂദയുടെ സ്ഥാനത്ത്, അല്ല നിങ്ങളുടെ വിഷയം വിട്ടൊക്കെ, ഞാൻ യൂദയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു. എന്നെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ആയിരിക്കും: ദൈവത്തിന്റെ അനിയനായ യൂദ. അല്ല, യേശുക്രിസ്തു ദൈവമാ. അതിലെ കുറച്ചുകൂടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. യേശുക്രിസ്തു മാത്രം ദൈവം. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു ദൈവമാകുമ്പോൾ ഞാൻ ആ യൂദയുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ എഴുതാൻ പോകുന്നത് ദൈവത്തിന്റെ അനിയനായ. അപ്പൊ കുറച്ചുകൂടെ ബഹുമാനമല്ലേ? ഒരു സദസ്സിൽ ചെന്നാലോ, ദൈവത്തിന്റെ അനിയൻ വന്നേക്കുന്നു, ദൈവത്തിന്റെ അനിയൻ. വേറെ ആരെ മാനിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ മാനിക്കണ്ടേ? യൂദാ അത് ചെയ്തില്ല. ഇല്ലെങ്കിൽ ചോദിച്ചു മേടിക്കാം ഈ മാസത്തെ ശമ്പളം. അടിമ അങ്ങനല്ല, എന്തെങ്കിലും കൊടുത്താൽ. എൻ്റെ സഹപടന്മാരെ, നമ്മളെല്ലാം അടിമകളാണ്. അതുകൊണ്ട് ശമ്പളം മേടിക്കുന്നവരും ശമ്പളം ചോദിക്കുന്നവരും ചോദിച്ച് മേടിക്കുന്നവരും കൊടുത്തില്ലെങ്കിൽ സെക്രട്ടറി ആ ബോർഡുമായിട്ട് ഞായറാഴ്ച വന്ന് വെച്ച് തന്നവൻ്റെ ലിസ്റ്റ്, തരാത്തവൻ്റെ ലിസ്റ്റ് നിങ്ങളെല്ലാം വായിച്ചേച്ച് പോണം എത്രയും പെട്ടെന്ന്. എന്നെ എല്ലാവരും പമ്മിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. രണ്ടാമത്തെ മനോഭാവമായി ഇപ്പം വായിച്ച 3-ാം വാക്യത്തിൽ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും. അപ്പൊ ആ പദം കണ്ടോ, പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈലി പറയുകയാ. എപ്പോഴും ഞാൻ പറയും, ഞങ്ങള് സഹോദരങ്ങൾ കുറച്ചുണ്ട് കേട്ടോ. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. ഞങ്ങൾക്ക് ചില സഹോദരിമാരും ഉണ്ട്. മൂത്ത ജ്യേഷ്ഠനാണ് യേശുക്രിസ്തു. ഞങ്ങളുടെ ഇത്തരം പേരുടെ അപ്പനും അമ്മയും ഒന്നും അദ്ദേഹത്തിന്റെ ജനനം വേറൊരു വിധത്തിൽ. പക്ഷെ ഞങ്ങളെല്ലാം ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. ഞങ്ങളെല്ലാം ഒരു വീട്ടിലാ പാർത്ത് ജീവിച്ചതുമൊക്കെ. കൂടാരപ്പണിയൊക്കെ അല്ലയോ, ഇദ്ദേഹം മൂത്ത ചേട്ടനുമൊക്കെ ജോലി ചെയ്യും, ഒരു വീട്ടുകാരാ. അപ്പോൾ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും
കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയുമല്ല. കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കും നമുക്ക് രണ്ടു കൂട്ടരും കൂടെ ഒറ്റ രക്ഷ, ഒരേ ഒരു രക്ഷകൻ. നീ ചെന്നിത്തലയിലെ വലിയ കുടുംബമായിരിക്കാം, അല്ലെ കാലാഴ്മയിലോ പുത്തോളപ്പടിയിലോ കല്ലുമൂട്ടിലെയോ ചെറുകോലിലെയോ പുതിയ കാവിലെ വലിയ കേടുകെട്ട് നീ പോളച്ചിറക്കലെ ആയിരിക്കാം. ഒരു കുടുംബമുണ്ട് പോളച്ചിറക്കല്, ഇല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞ നമ്മുടെ സൂപ്രണ്ടപ്പച്ചൻ്റെ ഒക്കെ കുടുംബം. പിന്നെ അങ്ങേരുടെ പെങ്ങളെ അല്ലയോ അടപ്പനാങ്കണ്ടത്തിൽ കുഞ്ഞിക്കാച്ചൻ കെട്ടിയത്, ടൊയോട്ട സണ്ണിയുടെ അമ്മ. പോളച്ചിറക്കല്ലേ സൂപ്രണ്ടപ്പച്ചൻ്റെ പെങ്ങളാ. ഒരു പെങ്ങളെ ആ കുന്നുചേറയിലെ കുഞ്ഞുവാനുച്ചാൻ്റെ അമ്മ. അതിൽ വല്ലായില്ലേ? അതവിടെ നിൽക്കട്ടെ. നിങ്ങളോടത്തെ ഞാൻ വെറും പൊട്ടനാന്ന് ഓർത്തിരിക്കുകയാണ്. ഏതായി അല്ലെ മുളമൂട്ടിലേ ആയിക്കോട്ടെ കുഞ്ഞുവാനുച്ചാൻ്റെ. ഏതാ? അയ്യോ കല്ലുമല്ല, ഇല്ല ബന്ധമല്ലേ ഇവരെല്ലാം. നമ്മൾ മുളമൂട്ടിലേ ആയിക്കോട്ടെ. അവർ കുറഞ്ഞ പുള്ളിക്കാരല്ല. കുഞ്ഞുവാനുച്ചാൻ്റെ അമ്മയും തോമാച്ചൻ്റെ അമ്മയും ചേട്ടത്തി അനിയത്തിയാ. ഇത് മൊത്തം കണക്റ്റഡ് ആണ്. രണ്ട് മല്ലപ്പള്ളി പൈനമൂട്ടിലെയാ, തിരുവല്ല പൈനമൂട്ടിലായി രണ്ടമ്മമാര്. കല്ലുമല കുഞ്ഞുവാനുച്ചാൻ്റെ അമ്മയും ശാരോൻ തോമാച്ചാൻ്റെ അമ്മയും അയ്യാവള്ള സാറിൻ്റെ ഭാര്യ. ആ ബന്ധം ഇപ്പോൾ പിടി കിട്ടിയോ? അവിടെ ഇരുന്നോട്ട്. തോമാച്ചൻ്റെ ഭാര്യ ഏലിയാമ്മ കൊച്ചമ്മയും ചെന്നിത്തല ഏക്കപ്പച്ചാൻ്റെ ഭാര്യ ചേട്ടത്തി അനിയത്തിയാ. രണ്ട് മല്ലപ്പള്ളിയില്ല. അത് വേറൊരു ബന്ധം. അവിടെ ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെല്ലാം കുടുംബത്തിൽപ്പെട്ടവരാ. നമ്മുടെ ആൾക്കാരും പറയത്തില്ലേ ഞങ്ങൾ വലിയ കുടുംബമാ, അയ്യോ ഞങ്ങൾ റോയൽ ഫാമിലി. മറ്റേതോ കുടുംബം. അതാ തുരുത്തെ താമസിക്കുന്ന തങ്ക. അപ്പറേ തുരുത്തെ താമസിക്കുന്ന തങ്ക. തങ്കയ്ക്ക് എന്നാ കുടുംബം? ഞങ്ങള് കുടുംബക്കാർ ആയിക്കോട്ടെ. എന്റെ ഭാഷയെ പറയാം, വചനത്തിൽ നിന്ന് കുടുംബത്തിൽ പിറന്ന നിനക്കും കുടുംബത്തിലല്ലെന്ന് പലരും ചിന്തിക്കുന്ന മറ്റൊരു വ്യക്തിക്കും സകലർക്കും രക്ഷ ഒന്നാ. രക്ഷകൻ ഒരുവനാ. നീ പകലോമറ്റമാന്നേലും ചങ്കരിപുരി ആന്നേലും കാളികാവാന്നേലും കളീക്കലാന്നേലും കൊച്ചുകളിക്കലാന്നേലും മുളമൂട്ടിലെയാന്നേലും പോളച്ചിറക്കയാന്നേലും തായിലത്തെയാന്നേലും കുരുടാമണ്ണിലെയാന്നേലും ഏത് വട്ടച്ചേരി ആന്നേലും വട്ടച്ചേരി തരുമേനിയുടെ വട്ടച്ചേരി ആന്നേലും വാക്കേലയാന്നേലും ചാമേലയാന്നേലും ഏത് കുമ്പി കുന്നത്തെയാന്നേലും നീ രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷകൻ യേശു ക്രിസ്തു മാത്രം. ഒരുവൻ മാത്രമാണ് രക്ഷിതാവ്. Praise the Lord. യൂദയുടെ മനോഭാവം പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷ. ഞങ്ങൾക്ക് കുടുംബക്കാർക്കും ഈ കുടുംബത്തിൽ പെടാത്ത നിങ്ങൾക്ക് നമുക്കെല്ലാം കൂടെ ഒറ്റ രക്ഷയാ, ഒരേ ഒരു രക്ഷകനാ. അത് നസറായനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രക്ഷകനെ ഏറ്റെടുത്ത് തിരിച്ചു പോകാവൂ. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട. എന്തോ ആ സമയമായോ വാച്ചേ നോക്കുന്നത്? പിന്നെ എന്തിനാ നോക്കിയേ? എന്നറിയാൻ വേണ്ടിയായിരിക്കും. ബൈബിളിലേലും വാച്ചേ നോക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, സമയമാകുമ്പോ പറയണം. 9 ആകുമ്പോ ഞാൻ ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, യൂദയുടെ മനോഭാവം നമുക്കെല്ലാവർക്കും കൂടെ ഒറ്റ രക്ഷ. ഞാൻ ഓടിച്ചേ മുമ്പോട്ട് പോകാം. ഇത് മുഴുവൻ സൂചി ആയതുകൊണ്ട് ഒന്നും പിടികിട്ടുന്നുമില്ല. അതിഞ്ഞതാ, ക്ഷമിക്കണേ, ഇതങ്ങ് പിടി. അതിഞ്ഞതാ, ഇതിഞ്ഞതാ, തിരിച്ച് ഞാൻ തരാം. ഇഞ്ഞതാ, ഇത് കറക്റ്റാന്നല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി ഈ യൂദയുടെ ലേഖനത്തിൽ ഒരു പ്രധാന പ്രയോഗമുണ്ട്, സൂക്ഷിക്കുക. 1-ാം വാക്യവും 6-ാം വാക്യവും 13-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും. 1, 6, 13, 21, 24. 1-ാം വാക്യം. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അപ്പൊ 1-ാം വാക്യത്തിൽ സൂക്ഷിക്കപ്പെട്ടു. 6, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി
എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ അവിടെ സൂക്ഷിച്ചു. 13-ാം വാക്യം 13. സൂക്ഷിച്ചു, അവിടെ സൂക്ഷിച്ചു. 21. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവിനായി കാത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. 24. അങ്ങനെ കട്ടക്കട്ട ഇരിഞ്ഞു വാ മോനെ. എടേ നീ അവിടെ പോയിരുന്നേ, ചച്ചാനെ ഇങ്ങോട്ട് ആക്കിക്ക്. ഇഞ്ഞു വാ, നീ പുറകോട്ട് പോയിരുന്നേച്ചേ. അല്ല, നീ ആ കസേരയിലോട്ട് പോയിരിക്കും. അച്ഛാ ഇഞ്ഞു വാ, ഇവിടോട്ട് വന്നിരിക്കുക, ഇങ്ങോട്ട് വന്നിരിക്കാൻ. വേറെ ദിവസം നന്നായിട്ട് വായിക്കുന്നില്ലേ, പിന്നെ ഇവിടെ ഇരിക്കുന്നതിന് തന്നെ. അപ്പൊ രണ്ടുപേരും കട്ടക്കട്ട വായിച്ചോണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യൂദയുടെ ലേഖനത്തിലെ പ്രധാന പ്രയോഗമാണ് സൂക്ഷിക്കുക, സൂക്ഷിക്കണം. 1-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും കൊടുത്തിരിക്കുന്ന പദം സൂക്ഷിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നന്നായി സൂക്ഷിച്ചോണം. എല്ലാ കാര്യവും സൂക്ഷിക്കണം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് പ്രത്യേക. ഇനി ഈ ലേഖനത്തിന് വേറൊരു പ്രത്യേകത, ഒരു വേദ പഠിതാവ്, ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, യൂദായുടെ ലേഖനത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം. ഇത് ഒരു ഈ ലേഖനത്തെ പറ്റി പറയുക, ഇതൊരു പോസ്റ്റ് കാർഡാന്നാ പറഞ്ഞേക്കുന്നത്. പോസ്റ്റ് കാർഡ് ലേഖനം, ഇല്ലൻ്റെ അല്ല. പിന്നെയോ എന്ന് പറഞ്ഞാൽ ഇല്ലൻ്റിൽ ഒത്തിരി നമുക്ക് എഴുതാം, പോസ്റ്റ് കാർഡിൽ ഒത്തിരി ഒന്നും എഴുതാൻ 25 വാക്യം ഉള്ളത് കൊണ്ടാണ് പുള്ളി പറഞ്ഞേക്കുന്നത് ഇതൊരു പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡിൽ ഒത്തിരി ഒന്നും വലിച്ചു വാരി എഴുതുകയല്ല, പക്ഷെ എഴുതുന്നതെല്ലാം നല്ല ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാണുന്ന ഗൾഫിൽ പണ്ടൊക്കെ ഗൾഫിലോട്ട് എഴുതല്ലയോ അമേരിക്ക. അച്ചായ സുഖമായിട്ടിരിക്കുന്നു, പിന്നെ അപ്പുറത്തെ അവനെ ഇടയ്ക്കിടയ്ക്ക് അതിരെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാന്ന് ഞാൻ ഇതെല്ലാം അങ്ങ് എഴുതുക. ഇല്ലെങ്കിൽ അവരുടെ കോഴി ഇന്നാൾ ഇങ്ങോട്ട് കയറിയെന്നും പറഞ്ഞ് ആ തള്ള അവിടെ കിടന്ന് എന്നെ ഗൾഫിന് കോഴി മുട്ട കിട്ടുന്നു. പിന്നെ നിങ്ങളുടെ പെങ്ങള് കൂടെ വന്ന് കാശി ചോദിക്കുന്നുണ്ട്. ഇനിയും ചോദിച്ചാൽ എൻ്റെ വായി ഇരിക്കുന്നത് ഉള്ള ഇതൊക്കെ എഴുതിയ ചാപ അമ്മി ഇപ്പം ഇരിക്കുന്നേ. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം പണ്ട്. ഇപ്പം പിന്നെ എഴുതണ്ട, എല്ലാം അച്ചാ വേണ്ട അച്ചാ കോഴി. കാലമൊത്തിരി മാറി. ആണ്ട് ഇതാ കോഴിയുടെ മുട്ട. അപ്പൊ പണ്ട് കാലത്ത് ഇല്ലന്റെ ലെറ്റർ വെക്കുക. അപ്പോൾ ഈ ലേഖനത്തെ പറ്റി കൊടുത്തിരിക്കുന്നത് ഇതൊരു പോസ്റ്റ് കാർഡാണ്. അധികം ഒന്നും എഴുതിയിട്ടില്ല, 25 വാക്യമുള്ളൂ. പക്ഷേ 25 വാക്യമേ ഉള്ളെങ്കിലും മുഴുവൻ വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ 6-ാം വാക്യം വായിക്കാം. 6 നിങ്ങളോ സകലവും 6-ാം വാക്യം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസത്തിലും വിട്ടുപോയ ദൂതന്മാരെ കാര്യവശത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ഞങ്ങളെ ഇട്ട് അന്ധകാരത്തിൻകിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാരുടെ വിഷയം മുതലാണ് തുടങ്ങിയേക്കുന്നത്. പോസ്റ്റ് കാർഡാന്നോർത്ത് തള്ളിക്കളരുത്, ഈടുറ്റ ലേഖനമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പല്ലയോ ദൂതന്മാരുടെ സൃഷ്ടി. യഹസ്കേൽ 28 ഏശയ്യാ 14 ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ അറിയാം, ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യസമ്പൂർണ്ണനുമായിട്ട് ദൈവം തമ്പുരാനെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ ഓട്ടമ ഏതനിലാക്കി താമരമണി വീതരക്തം വൈഡൂര്യം മാണിക്കെന്നൊക്കെ പറഞ്ഞ് ഉച്ചരാഗം ഇത്യാദി രക്തങ്ങളാൽ അലങ്കൃതമായി നിന്നെ തീർത്ത നാളിൽ നിന്റെ തടങ്കടയും കൂടുകടയും പണി പണ്ടുകൊണ്ടുള്ളതായിരുന്നു. ഇതൊക്കെ സൃഷ്ടിവൃത്തത്തെ പറ്റി പറയുമ്പോൾ ആ ദൂതന്മാരുടെ വിഷയം മുതലാ യൂദാ തുടങ്ങിയേക്കുന്നത്. സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതന്മാർ, ഇത് വിവാദവാക്യമാണ്. അതുകൊണ്ട് ഇപ്പൊ അതിലോട്ട് കൈവെക്കുന്നില്ല, വെറുതെ എന്തിന് ആലോക്യം ഉണ്ടാക്കി വെച്ച് പോകുന്നത്. ഏത് ദൂതനാന്നൊക്കെ തർക്കമുള്ളതാ. അത് ശാന്തമായിട്ടിരുന്ന് പഠിക്കേണ്ട കാര്യം ഒറ്റവാക്കി പറയാനും ഒക്കത്തില്ല. എന്നിരുന്നാലും വിഷയം ഇതാ, ദൂതലോകത്തെ വിഷയം മുതലാ തുടങ്ങിയത്. എന്നിട്ടോ അന്ത്യകാല വിഷയം 19-ാം വാക്യം 18 അന്ത്യകാലത്ത് മതി. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ലേഖനത്തിലുണ്ട്. ഇത് ഈടുറ്റ ലേഖനമാണ്. ഇനി ഈ ലേഖനത്തിന് 2 കാര്യം കൂടെ പറഞ്ഞ ചങ്ങ് ഇവിടെ ഒത്തിരി ഉണ്ട് പറയാൻ, 2 കൂടെ പറയാം. ഈ ലേഖനത്തിന് വേറൊരു വിശേഷത, ഈ 3കളുടെ ഒരു കണക്കുണ്ട് ഈ ലേഖനത്തിൽ. 3 സംഖ്യാശാസ്ത്ര പ്രകാരം 3ന്റെ ഒരു കണക്ക് ഈ ലേഖനത്തിലുണ്ട്. 1-ാം വാക്യം യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. 3 പേരുടെ പേര് അവിടെ പറഞ്ഞു. യേശുക്രിസ്തു, യാക്കോബ്,
യൂദ 3 കണക്കാ. അടുത്ത പദം പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ട് 3 പദം. സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട് 3 പദം. 3 ഒരു കണക്കുണ്ട്. ഇനി താഴോട്ട് പഠിച്ചു വരും 3 സംഭവം. 5, 6, 7 വാക്യങ്ങളില്ല, 3 സംഭവം വായിച്ചേ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാ, പിന്നെ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ അപ്പോൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ഇസ്രായേൽ മക്കൾ വിശ്വാസമില്ലാത്തവരെ മരുഭൂമിയിൽ തകർത്ത് കളഞ്ഞ കാര്യം ഒരു സംഭവം. അടുത്തത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാൻ അതിപ്പം വായിച്ച വാക്യം ദൂതന്മാരെ ബന്ധിച്ച വിഷയം 2. അടുത്തത് അതുപോലെ സോദോം ഗോമോറയെ നശിപ്പിച്ച വിഷയം 3 സംഭവം. അപ്പൊ ഈ 3 കണക്ക് ഈ ലേഖനത്തിൽ പോസ്റ്റുകാരുടാന്നോർത്ത് തള്ളിക്കളയരുതെന്നായി പറഞ്ഞ് വളരെ ഈടുറ്റ ലേഖനമാണ്. ഇനി ഒരു 3 കണക്ക് 19 വാക്യം വായിച്ചേ. 19 അവർ ഭിന്നത ഉണ്ടാക്കുന്നവര്, പ്രാകൃതന്മാര്, ആത്മാവില്ലാത്തവര്. ഇത് മിക്കടത്തും ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാനത് തൊടുന്നില്ല. ഭിന്നത ഉണ്ടാക്കുന്നവര്, പ്രാകൃതന്മാര്, എന്തോ നീ പറയരുതെന്നോ? പിന്നെന്താ പറഞ്ഞു? അവൻ പറഞ്ഞ അതൊന്നും പറയരുതെന്നോ? 3 കണക്ക് ഈ പുസ്തകത്തിലുണ്ട്. ഇനി ഒരു 3 വ്യക്തികൾ, അതാണ് നമ്മൾ മുമ്പേ വായിച്ച 11 വാക്യം. കയീന്, ബിലയാമ്, കോരഹ് 3 നല്ല പറ്റിയ പുള്ളിക്കാരാ. 3 കണക്ക്. ഇനി 24 വാക്യം. 24 തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ. അടുത്തത് സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലം. 3 പ്രയോഗം. സർവകാലത്തിനും മുമ്പ്, ഇപ്പോഴും, സദാകാലം. അപ്പൊ ഈ 3 ഒരു കണക്ക് ഈ പുസ്തകത്തിലുണ്ട്. തറ ഈടുറ്റ ലേഖനമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ ലേഖനത്തെ പറ്റി അങ്ങ് വിട്ടേക്കാം. ഈ വേദപുസ്തകം, സത്യവേദ പുസ്തകം എഴുതിയത് ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാ. അതിൽ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില വിഷയം യൂദായിക്ക് വെളിപ്പെട്ടു. 1 9 വാക്യം. 9 വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു. അപ്പോൾ മോശയുടെ ശരീരത്തെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തെ സംബന്ധിച്ച് പിശാച് തർക്കവും വാദവും ആയപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ വന്ന് യഹോവ നിന്നെ ഫലസിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ സംഭവം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല, യൂദായിക്ക് വെളിപ്പെട്ടു. അതുപോലൊരു സംഭവമാണ് 14-15 വാക്യം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനോ അവർ അപക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ഹാനോക്ക് പ്രവചിച്ചെന്ന് യൂദായിക്ക് വെളിപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിലില്ല. അപ്പോൾ ഈ ലേഖനം വളരെ ആഴമേറിയ ലേഖനമാണ്. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകില ക്രമത്താലെ കൊണ്ട് കൊടുത്തത്. അതിനൊരു കാരണം, ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ നിത്യത എന്ന പദം പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ലേഖനമാണ്. സർവകാലത്തിനും മുമ്പും, അടുത്തതുണ്ട് സദാകാലത്തോളം. അത് നിത്യതയെ കുറിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാ യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ കൊണ്ട് കൊടുക്കാൻ ക്രമപ്പെടുത്തി വെക്കാൻ കാര്യം, നിത്യത എന്ന പദമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതെന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാടാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ലേഖനം
അതെ, ഓടിച്ചു നിർത്താം. നമ്മൾ 11-ാം വാക്യമാണ് വായിച്ചത്. 3 വ്യക്തികളെ അവിടെ പരാമർശിക്കുന്നു. 1 കയീന്റെ വഴിയിൽ നടക്കുന്നവർ, 2 ബിലയാമിന്റെ വഞ്ചന, 3 കോരഹിന്റെ മത്സരം. ഇവിടെ കൂടുതൽ ദൈവമക്കളായതുകൊണ്ട് ആ നിലയിൽ 1-2 കാര്യം ചിന്തിക്കാതെ ഉചിതമാ. 1 കയീന്റെ വഴി, അങ്ങനെ നടന്നാൽ നശിച്ചു പോകും. എന്തുവാ ഈ കയീന്റെ വഴി? ഒറ്റ വാക്കി പറഞ്ഞു വിടാം, വിശദീകരിക്കാൻ നേരമില്ല. 2 പേരുടെ യോഗം നടത്താൻ പോയില്ലേ, യാഗം കഴിക്കാൻ പോയി, ഹാബേലും കയീനും. ഒരുത്തന് നിലത്തിലെ അനുഭവത്തിൽ നിന്നും, ഒരുത്തൻ കടിഞ്ഞൂലിൽ നിന്ന്. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു, കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അവന് കോപമുണ്ടായി. അപ്പം എന്തുവായി കയീന്റെ വഴി? ഒരു കാര്യം പറയാം, മൃഗത്തെ യാഗം കഴിക്കണമെന്ന പ്രമാണം, ലിഖിതമായ പ്രമാണമില്ലെങ്കിലും പ്രമാണമതാ. ലിഖിതമായ പ്രമാണം ലേവ്യ പുസ്തകത്തിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ മനസാക്ഷിക്കൊരു പ്രമാണമുണ്ട്, ദൈവം കാണിച്ച മാതൃക പോലെ അനുഷ്ഠിക്കുന്ന പ്രമാണമുണ്ട്. ആദ്യ മാതാപിതാക്കളാകുന്ന ആദമിനെയും ഹവ്വയെയും പാപം ചെയ്തതിനു ശേഷം ദൈവം തോട്ടത്തിന് വെളിയിൽ വിട്ടപ്പോൾ വെറുതെ വെളിയിൽ വിട്ടില്ല. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി. അപ്പൊ ആ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാട്ടുംകുട്ടി അറുക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പരാമർശം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട, ലോകസ്ഥാപനം മുതൽ. അപ്പോൾ അമ്മ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കാര്യം പരിഹരിക്കാൻ നോക്കി. അത്തിയല കൊണ്ട് അമ്മാമ്മയ്ക്ക് ഒരു മിടിയും അച്ചായനൊരു വെറുമൂടയും ഒക്കെ തള്ള പരുവത്തിനാക്കി. പക്ഷെ അതൊന്നും എന്തുവാ സക്സസ് ആയില്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? അതൊന്നും വിജയിച്ചില്ല. അത്തിയല കൊണ്ട് നിർമ്മിച്ചതേ. മനുഷ്യന്റെ പ്രവൃത്തിയെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ടല്ലേ വ്യർത്ഥ മനുഷ്യാന്ന് വിളിക്കുന്നത്. ഇവരെ ഇനി തോട്ടത്തിൽ നിർത്താനും ഒക്കുകയല്ല. നിർത്തിയ പ്രശ്നമാ. തള്ളയാടി ജീവന്റെ വൃക്ഷത്തിൽ കയറി, തള്ള വേണേ ചാടി അതിൽ കയറും. പണ്ട് അവിടെ കോട്ടയത്തുണ്ട്, സ്ഥലപ്പേര് ഞാൻ പറഞ്ഞതൊരു കോളനിയാ, മറന്നു പോയിട്ടല്ല, വെറുതെ ലൈവല്ലേ. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അത് ഇച്ചിരി സാമർത്ഥ്യക്കാരിയാണ്. അമ്മയും മോളുമാണ് താമസിക്കുന്നത്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാളി എൻ്റെ വല്യമ്മച്ച് കൊണ്ടുപോയതാ. അപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ പറഞ്ഞു, എൻ്റെ ദൈവമേ അവർ വന്നല്ലോ, കല്യാണിക്കുട്ടി, എൻ്റെ വല്യമ്മച്ചിയുടെ പേര് കല്യാണിക്കുട്ടി എന്നാ, ബന്ധമാണ്. അയ്യോ കല്യാണിക്കുട്ടിയും കുഞ്ഞും വന്നല്ലോ, ആദ്യമായിട്ട് വന്നതാ, പരാധീനതയൊക്കെ ഉള്ള പണ്ട് കാലമാണ്. എൻ്റെ ദൈവമേ അയ്യോ ഒരു ചക്ക ഇട്ടിരുന്നെങ്കിൽ വേയിച്ച് പറഞ്ഞു തന്നപ്പോൾ ഈ തള്ള പ്ലാവെ കയറി ചക്ക ഇട്ടുകൊണ്ട് വന്ന്. അവരുടെ പേര് ശാന്ത എന്നാ, പേര് ശാന്ത. വലിഞ്ഞു പ്ലാവെ ചക്ക ഇട്ട് എൻ്റെ വല്യമ്മച്ചി കൂടെ കൂടി ആ ചക്ക അടത്തി പറക്കി. അന്നേരം അവിടുത്തെ വല്യമ്മച്ചി പറഞ്ഞു, അയ്യോ തേങ്ങ ഇല്ലല്ലോടി. അന്നേരം അവർ തെങ്ങ കയറി. ഇവ നടന്ന കാര്യമായി പറഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ തോട്ടത്തിന് വെളിയിൽ വിട്ടില്ലെങ്കിൽ ഈ അമ്മ മിക്കവാറും ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൻ. പിന്നെ അമ്മ പാമ്പിന് നമ്പരുമൊക്കെ കൊടുത്ത് അവർ തമ്മിലാണ് ഇപ്പം മിസ് കോൾ വിട്ട് കളിക്കുന്നത്. പാമ്പ് പറഞ്ഞ് അയാൾ വെളിയിലോട്ട് പോകുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ, മിസ് കോൾ തന്നാൽ മതി, ഞാൻ അന്നേരം സ്പോട്ടിലെത്തുവന്ന്. അവ ഈ അപ്പൻ രാവിലെ തൂമ്പായി എടുത്തോണ്ട് എൻ്റെ ഭാവനയാ കളിക്കാൻ വേണം. എടാ പോയി ഇഷോന്നോ 2 പേരോട് സംസാരിച്ചത് അങ്ങനല്ലേ, പിന്നെ എന്നാ ഇഷോന്ന് വെക്കുന്നത്? വായിച്ചേ 3:1 മുതൽ, അത് തെളിയിച്ചിട്ടേ ഉള്ളു. അടുത്തത് ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായി. അടുത്ത വാക്യം അത് സ്ത്രീയോട്, അച്ചായനോടല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ. അത് സ്ത്രീയോട്. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, അവര് തമ്മിലായി ഇപ്പൊ സംഭാഷിക്കുന്നേ.
പുള്ളി ഇങ്ങനെ കസേര ഇരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ മിക്കടത്തും അങ്ങനെ കേട്ടോ. പാവത്താന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാപ്പിയും കൊടുക്കും. ഞാനൊരു വീട്ടിലിരിക്കുമ്പം, സ്ഥലമൊന്നും പറയുന്നില്ല, നേരത്തെ മീൻ മേടിച്ചതിൻ്റെ പൈസയ്ക്ക് മീൻകാരൻ വന്നു. മീൻകാരൻ ഇങ്ങോട്ട് വന്നപ്പം ഞാനും ആ വീട്ടിലെ അച്ചായനും വേറൊരു സഹോദരനും തിണ്ണയിലിരിക്കുക. അപ്പം അവൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, അമ്മാമ അല്ല അച്ചായ എന്തിയെ, ആൻറ്റി എന്തിയെ? അപ്പോൾ പുള്ളി പറഞ്ഞു, അടുക്കളയിലുണ്ടടാ, അങ്ങോട്ട് കയറാൻ പറഞ്ഞു. പറഞ്ഞേച്ച് പുള്ളി നേരെ ഇറങ്ങി അങ്ങ് പോയി. പുള്ളിക്ക് മനസ്സിലായി ഇവൻ കാശിനാ വന്നത്. പുള്ളി അനങ്ങിയില്ല, പുള്ളി പോയി. ഇവൻ അവിടുത്തെ കയറി അമ്മ ഇച്ചിരി ബന്ധമൊക്കെ ഉള്ളതാ, വർത്താനം എല്ലാം പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചേച്ച്, ആൻറ്റി മീൻ്റെ പൈസ നിൽക്കടാ ഞാൻ മേടിച്ചു തരാം. ഇങ്ങോട്ട് വന്നപ്പോൾ അച്ചാനില്ല. അയ്യോ അച്ഛ ഞങ്ങളോട് ചോദിച്ചു, എന്ത് അച്ഛ പാപ്പ എന്ത്? അമ്മ അങ്ങോട്ട് പോകുന്നതാണ്. അയാളവിടെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്. അപ്പം മീൻ കാശ് മേടിക്കാൻ വന്നാൽ പിന്നെ അങ്ങ് പോയി. ആൻറ്റി പിന്നെ തന്നാൽ മതി. തിരിച്ചു വന്നപ്പം പുള്ളിക്കാർ ചോദിച്ചു, നിങ്ങൾ എവിടെ പോരാ? ജോഡി അവൻ വന്ന് നിന്നെയാ ചോദിച്ചാൽ ഞാൻ വടിക്കമ്പ് പോലെ വാതുക്കലിരിക്കുക. എന്നാൽ പിന്നെ എന്നോട് അവൻ ചോദിക്കണ്ടേ കാശ്? പാപ്പ ഞാൻ കാശിന്. അവൻ വന്ന് പറഞ്ഞു, ആൻറ്റി എന്ത് അടുക്കളയിലുണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയെന്ന് പറഞ്ഞു. ഇത് തന്നെ തോട്ടത്തിലും. ഈ പാമ്പ് തോട്ടത്തിൽ വന്നപ്പോൾ ഈ തള്ള പറയണ്ടേ, എടാ അച്ചായൻ വൈകുന്നേരം വരും, എന്നാൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് സംസാരിക്കാം. പ്രഷരം തീർന്നില്ലേ? ഒരു 10 മണി കഴിഞ്ഞ് വിളിക്കാൻ പറ. പാമ്പ് വന്നപ്പോ ഇത് പറഞ്ഞാ പോരെ? വൈകുന്നേരം വെയിലാറുമ്പോ അച്ചായനും വരും, പുള്ളിയും വരും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ഇത്രയും പ്രശ്നം വരികയല്ലായിരുന്നു. അല്ല, ന്യായമായ ചിന്തയല്ലേ? അപ്പോൾ ഈ തള്ള പറഞ്ഞു, പുള്ളി എപ്പോഴേലും വരട്ടെ, നീ കാര്യം പറയാൻ പറഞ്ഞു. പുള്ളിയോട് പറഞ്ഞാലും പുള്ളി എന്നോട് ചോദിക്കാതെ ഇവിടുന്ന് അണിവരിൽ പോലും. അതല്ലേ ഈ വെട്ടിനകത്ത് വന്ന് വീണേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിസ്തരിക്കുന്നില്ല, രണ്ടുപേരെയും തോട്ടത്തിന് വെളിയിലാക്കിയപ്പോൾ ഇവരുടെ നാണം മറയ്ക്കുവാൻ, ഇവരെ അവൻ സ്നേഹിച്ചത് കൊണ്ട്, ഇവരെ അവൻ ദൈവം കരുതിയത് കൊണ്ട് അവൻ മൃഗത്തെ അറുത്ത് തോലുടിപ്പിച്ചു. അത് വളരെ ശാന്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഒരു യാഗം നടന്നിട്ടുണ്ട്. ഇത് ആദമും ഹവ്വയും തൻ്റെ മക്കളോട് പറഞ്ഞു കാണണം, പറയും. ഇതിനനുസരിച്ച് ചെയ്യണ്ടായോ? നമുക്ക് പ്രമാണം തന്നിട്ടില്ലെങ്കിലും മനസാക്ഷിക്കൊരു പ്രമാണമില്ലേ? ദശാംശം കൊടുക്കണമെന്ന പ്രമാണം പിന്നത്തേതിൽ വരിക. പക്ഷെ അതിനു മുമ്പേ അബ്രഹാം ദശാംശം കൊടുത്തു. ഹോമയാഗത്തിന്റെയും പാപയാഗത്തിന്റെയും അകൃത്യയാഗത്തിന്റെയും പ്രമാണം ലേവ്യ പുസ്തകത്തിലാണ് കാണുന്നെങ്കിലും അതിന് മുമ്പ് ഒരു പ്രമാണമുണ്ട്. അപ്പോൾ ഇതുവർ ചെയ്തില്ല. രണ്ടുപേരെയും തോട്ടത്തിന് വെളിയിലാക്കി. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ഹാബേല് ഈ പ്രമാണം അനുസരിച്ച ഒരു കടിഞ്ഞൂലിനെ കൊണ്ടുവന്ന് മൃഗത്തെ രക്തം ചൊരിയണം. ഹാബേൽ അത് ചെയ്തു. കയീൻ നിലത്തിലെ അനുഭവം, കൃഷിയാ പുള്ളിക്ക്, കൃഷി നിലത്തിലെ അനുഭവം. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കേരളത്തിലെ രീതി വെച്ചാ പറഞ്ഞത് ചേനയും കാച്ചിലും ചേമ്പും മധുരക്കിഴങ്ങും പിന്നെ എന്തുവാ ചീനി എന്നൊക്കെ അടൂർ സൈഡിൽ പറയുന്ന കപ്പ, ഇതൊക്കെ ആയിരിക്കാം കൊണ്ടുവന്നത്. പച്ചക്കറി ഉണ്ട്, അതുമൊക്കെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിരിക്കുക. ഇന്നത്തെ കയ്യിനാണ് എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് എല്ലാവർക്കും ഞങ്ങൾ വർഷിപ്പ് തുടങ്ങാൻ പോവുക. ഇതാണ് ചേമ്പ്. അപ്പൊ ഈ ഹാബേല് പറഞ്ഞു കാണും, അച്ചാച്ചാ ഇതല്ല ആരാധനയ്ക്ക് കൊണ്ടുവരേണ്ടത്, അങ്ങനെയുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവരണേ. കയ്യിന്റെ വഴിയായി പറഞ്ഞു വരുന്നത്. അപ്പൊ കയ്യും പറഞ്ഞു കാണും, എൻ്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ, ഇഷ്ടമുണ്ട് സ്വീകരിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പൊ ഇത്, നമ്മൾ പറയത്തില്ലേ വെള്ളമില്ലാത്തടത്ത് ഞാൻ അങ്ങനെ എങ്ങനെയാടാ മുങ്ങുന്നേ? എൻ്റെ കയ്യിലുള്ളതല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കയ്യിന്റെ വഴി ഇതാ, എൻ്റെ കയ്യിലുള്ളതല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അത് ഞാൻ കൊണ്ടുവന്നു. നിന്റെ കയ്യിലുള്ളത് നീ കൊണ്ടുവന്നു. എൻ്റെ അമ്മായിയമ്മയും മരുമകളോട് വഴക്കുണ്ടാക്കിയപ്പം അപ്പൻ മോനോട് പറഞ്ഞു, എടാ അവളെ ശാസിക്കാൻ. ഉടനെ അവൻ പറയാ, അച്ഛൻ്റെ ഭാര്യയെ കാര്യമാണ്, എനിക്ക് എൻ്റെ ഭാര്യയെ. അങ്ങനെ ഉണ്ട? കയ്യിന് പറയുന്നതിന്റെ ആശയമല്ല, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇഷ്ടമുണ്ട് സ്വീകരിച്ചാൽ മതി. ഇല്ലാത്തത് അങ്ങനെ ഞാൻ കൊണ്ടുവരുന്നേ. ഇതാ കയ്യിന്റെ വഴി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇതെന്തിനാ ഇപ്പൊ ഇവിടെ പറയാം
ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്കൊരു പ്രമാണമുണ്ട്. ന്യായപ്രമാണ പ്രകാരം ആരാധനയ്ക്ക് ഒരു പ്രമാണം. പുതിയ നിയമത്തിന്റെ ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്, ക്രമമുണ്ട്. ഉചിതമായിട്ടും ക്രമമായിട്ടും. എന്തുവാ ഇതിനകത്തെ ക്രമം? ഒരു വാക്യം വായിച്ചേ, 14:26 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14:26 വായിര്. നിങ്ങൾ കൂടി വരുമ്പോൾ അല്ലല്ല, നന്നായിട്ട് വായിര്. 26 നിങ്ങൾ കൂടി വരുമ്പോൾ നന്നായിട്ട് വായിക്കേ. ആകയാൽ ചേർത്ത് വായിക്കണം. ആകയാൽ എന്ത്? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഇതല്ലേ കൂടി ആരാധനയുടെ ക്രമമുണ്ട്, വ്യവസ്ഥ. ഒന്നിച്ചു കൂടുമ്പോഴേ ആരാധനയ്ക്ക് വരുമ്പം വ്യവസ്ഥയാ. നമ്മുടെ രീതി വെച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്വോത്ര പ്രാർത്ഥനയുണ്ട്, കൈയടിക്കും, ആത്മശക്തിയിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും, സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, വിവിധ ഭാഷയുണ്ട്, വ്യാഖ്യ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ കയ്യിന്റെ വഴിക്കാർ സഭയ്ക്കകത്ത് ഇപ്പോൾ ഉണ്ട്. കൈ അടിക്കത്തില്ല. എല്ലാവരും പാടുമ്പോൾ കൈ അടിക്കണം. നമ്മൾ കൈ അടിക്കാം. ഞാനിപ്പോ ഇങ്ങനെ ഇതാ കൈയിന്റെ വഴി. ഇങ്ങനെ പോയാൽ നീ നശിക്കും. നമ്മൾ പറയത്തില്ലേ ദൈവദാസന്മാര് സഭായത്തിന് അല്ല, സഭായം മാത്രമല്ല, യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന്. അന്നേരം ഇവന്റെ മസിലുമൊക്കെ പെരുപ്പിച്ച് സ്ത്രീകളാണെങ്കിൽ ഇവിടുന്ന് കീറി ഈ തൊട്ടാൻ കൈ വന്നിട്ട് കിടന്നങ്ങ് പൊളയുക. ഇവിടെ അങ്ങ് ഇറങ്ങി, പുറകും അങ്ങ് ഇറങ്ങി, എന്തൊക്കെയാണ് എല്ലാവരുടെയും കാര്യമല്ല. ഉടനെ നമ്മൾ ദൈവദാസന്മാരും ഒക്കെ പറയാ, കുഞ്ഞെ യോഗ്യമായ വസ്ത്രം ധരിക്ക്. ഉടനെ പറയുന്ന ഞാൻ ഇങ്ങനെ വരുന്നുള്ളൂ, ഇഷ്ടമുണ്ട്. ഇതാ കൈയിന്റെ വഴി. സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചു തിരുമേശ കൊടുക്കുന്നേ, തിരുമേശ എടുക്കുകയല്ല. തിരുമേശയായിട്ട് വല്ലപ്പോ ഇങ്ങനെ ഇരിക്കുക, സായിബാബയെ പോലെ. എടാ തിരുമേശ എടുക്കടാ, എനിക്ക് വേണ്ട, ഞാൻ ഇഷ്ടമുണ്ട് എന്നെ ഇവിടെ. ഇതാ കൈയിന്റെ വഴി. സ്തോത്രം. കൈയടിച്ച് പാട്ട് പാടാൻ പറഞ്ഞാൽ കൈ അടിക്കുകയല്ല, നേരെ തൂങ്ങിച്ചത്ത പോലെ ഇരിക്കുക. പറയുന്നത് എന്നാന്നറിയോ? ഞാനിങ്ങനെ ഇരിക്കുന്നുള്ളൂ, ഇഷ്ടമുണ്ട്, ഈ സഭയിൽ എന്നെ ഇരുത്തിയാൽ മതി. ഇതാ കൈയിന്റെ വഴി. ദൈവത്തിന് മഹത്വം. നിന്റെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടമൊന്നുമല്ല. ദൈവം വെച്ചിരിക്കുന്ന പ്രമാണപ്രകാരം വേണം ദൈവത്തെ ആരാധിക്കാൻ. സഭയിലുള്ളവരുടെ ഇഷ്ടത്തിനല്ല ദൈവത്തെ ആരാധിക്കുന്നത്. പാസ്റ്ററുടെ ഇഷ്ടവുമല്ല, സെക്രട്ടറിയുടെ ഇഷ്ടവുമല്ല, ട്രഷറിന്റെ കമ്മിറ്റിക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. ആൾക്കാർ കൂടി ഇപ്പം അങ്ങനെ ആണല്ലോ, നമ്മുടെ ഇഷ്ടം അനുസരിച്ചാ. പ്രസംഗത്തിന് തന്നെ എന്തോ ഇനി വലിയ വലിയ കൺവെൻഷനൊക്കെ ഇത് കൊടുക്കുമല്ലോ, വിഷയം, തീം. അവരെല്ലാം കൂടെ കൂടിയിരുന്നങ്ങ് പിന്നെ വരുന്നവരെല്ലാം പ്രസംഗ മത്സരമാ. കേൾക്കാൻ വരുന്നവരെല്ലാം മാർക്ക് ഇട്ടു. ഇന്നലത്തതായിരുന്നു, മിനിഞ്ഞാന്നത്തും. ഇവനിങ്ങനെ പെടല് വെട്ടിക്കുന്നതില്ലാതെ ഇവൻ ഗുണമാകുന്നുമില്ല. എല്ലാ യോഗത്തിനും പെടല് വെട്ടിച്ചേച്ച് മത്സരമല്ലേ. ചിലടത്തൊക്കെ വലിയ വലിയ കൺവെൻഷനെ പ്രസംഗിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. വെളിയിൽ നിന്നൊക്കെ ചെല്ലി വരുമ്പോൾ ഇത് നിങ്ങൾക്ക് പറയാനും ഒന്ന് വർത്താവിത്തായ പറയുന്നത്. പിന്നെ നമ്മൾ കേട്ട് അപ്പം പറയാം, ഒരു ചൂട്ടി മിണ്ടായിരിക്കും, കാശ് പുള്ളിയിറക്കി കളിക്കുക എന്ന് പറയും. ഇതെല്ലാം സഹിച്ച് നമ്മൾ ഇരിക്കുക. കയ്യിന്റെ വഴിയിൽ നടക്കരുത്. ആരാധന നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ പ്രമാണവുമല്ല, ദൈവം വച്ചിരിക്കുന്ന പ്രമാണമാ. അപ്പോൾ നമ്മുടെ ഇഷ്ടം അതാ കയ്യിന്റെ വഴി. അങ്ങനെയുള്ള വഴിയിൽ കൂടെ പോയാൽ ഞാനും നിങ്ങളും നശിക്കും. ആരാധനയ്ക്കൊരു ക്രമമുണ്ട്. എബ്രായർ 9:1 വായിച്ചേ. ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ, അങ്ങനല്ലയോ? എബ്രായർ 9:1. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും, ആരാധനയ്ക്കുള്ള പ്രിയരെ, ആരാധനയ്ക്ക് ചട്ടമുണ്ട്, പ്രമാണമുണ്ട്, ക്രമമുണ്ട്. ചില ആൾക്കാർ ധരിച്ചേക്കുന്നത് പെന്തിക്കോസ് എങ്ങനെയാലും ഒക്കെ. അല്ലല്ല, ഇതിന് പ്രമാണമുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ ഇറങ്ങി ഇത് എങ്ങനെയാലും ഒക്കെ ഇട്ട് ആക്കുക. അങ്ങനല്ല, ഇതിന് പ്രമാണമുണ്ട്. നീ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തീർന്നില്ല പ്രമാണം. വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ സ്നാനപ്പെടണം. തീർന്നില്ല, നീ അഭിഷേകം പ്രാപിക്കണം.
ഈ അഭിഷേകം സഭക്കാരുടേതല്ല, ദൈവത്തിന്റെ ദാനമാ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഇത് പത്തിച്ചിറയോനാച്ചൻ നന്നയിച്ച് പോയതോ മാങ്ങാനം ജോസഫ് എന്നതോ വാര്യാപുരം കൊണ്ടുവന്നതൊന്നുമല്ല. കുക്കു സാഹിബ് അമേരിക്കന്ന് കൊണ്ടുവന്നതല്ല. ജോർജ് ബർഗ് മേരി ചാമാന് മാവേലിക്കരെ കൊണ്ടുവന്ന് ഇറക്കിയതുമല്ല. അവരല്ലയോ മാവേലിക്കരെ വന്നേ? വന്നില്ലേ? ഇത് നോയൽ സാഹിബോ നാഗൽ സാഹിബ് കൊണ്ടുവന്നതല്ല. ഇത് സാഹിബിന്റെ മാർഗമല്ല. ഒരുത്തരുടെ ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകണം. നീ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. സഭയിലുള്ള സകല എണ്ണോ അഭിഷേകം പ്രാപിക്കണം. ഇതേ കൈയടിക്കത്തുമില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുക ഒന്ന് സഭായത്തിന് വരികയല്ല. അഥവാ വന്നാൽ സഭായം തുടങ്ങി കുറെ കഴിയുമ്പോൾ ചങ്ങാടം തള്ളിക്കൊണ്ട് വരുന്നത് പോലെ കയറി വരും. കയറി വന്നാലോ കാലും വെച്ച് തള്ളവല്ലും വിറപ്പിച്ച് ഇവനെയല്ല എന്തിക്കോസ് എന്നാ പറഞ്ഞേ? അത് ഞാൻ മടിക്കൂ കൂടെ പറയണോ? നിങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞേ പറയുള്ളൂ. പറയണോ? എടാ ഇത് പെന്തിക്കോസാ. എല്ലാരും പാട്ട് പാടുമ്പോ നീ രാമങ്കാക്ക ഇരിക്കുമ്പോൾ ഇരിക്കരുത്. രാമങ്കാക്ക വാർത്തണ്ടായിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ സ്റ്റേജായിരിക്കുന്നവരോടൊക്കെ ചെല്ലും പറയും, സ്റ്റേജായിരിക്കുന്ന ചിലർ പാടുകയില്ല, പ്രാർത്ഥിക്കും. ഉമ്മ വന്ന് ഞാനാണ് മിക്കതിനെ ഇറക്കും. ഇവിടെ പ്രസംഗിക്കുന്നവനാന്നേലും കൊള്ളാം, കേൾക്കുന്നവരാന്നേലും കൊള്ളാം, തിരുമേനിയാന്നേലും കൊള്ളാം. ഇവിടെ അതൊന്നുമില്ല. സകലരും ദൈവത്തെ ആരാധിക്കണം. പ്രസംഗിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒത്തൊന്നോ സമയം കിട്ടിയെന്ന് വരികയല്ല. പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടിയെന്ന് വരത്തില്ല. വാക്യം വായിക്കാനും ചിലപ്പോൾ എല്ലാ അവസരം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ആരാധിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. ദൈവത്തെ ആരാധിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടെന്ന്. ഇന്ന് രാത്രി ഇത് പെന്തിക്കോസ് ആരാധനയാ. നീ അഭിഷേകം പ്രാപിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ. സഭയിൽ വരുന്ന ഈ അഭിഷേകം പ്രാപിക്കാത്തവനെ ഒന്നും കമ്മിറ്റിയിൽ എടുക്കരുത്. അവനെ സെക്രട്ടറിയാ കമാൻഡറാന്നും പറഞ്ഞ് വന്നിരുന്ന പോടാന്ന് പറയണം. എന്നാ കൊച്ചുണ്ണിച്ചാന്റെ അഭിപ്രായം എന്നാ? ഒരഭിപ്രായം ഇല്ലേ ഇപ്പം? അഭിഷേകം പ്രാപിക്കണം. നീ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആളുകൾ ചിരിക്കരുത്, ആളുകൾ ചിരിക്കരുത്. ഇത് പെന്തിക്കോസ്. ഇതിന് പ്രമാണമുണ്ട്, ഇതിന് വ്യവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൈയടിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ഹല്ലേലൂയ. അന്ത്യകാലം വന്നെടുത്തു. പെന്തക്കോസ്തീൻ വേലയാണ് അന്ത്യകാലം. കോസ്തീൻ വേലയാണ് ചന്തമോട്. സ്വന്തം നാട്ടിൽ പോയിടാം ചന്തമോട്. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. ഓ വീണ്ടെടുക്ക അയ്യടിച്ചു പോയ കൂട്ടമേ, ഓ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. അല്പകാലം മാത്രമേ ഉള്ളൂ, എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാ. ഓ അല്പകാലം മാത്രമേ ഉള്ളൂ, എത്ര വേഗം വേല തീർത്തിടാ. ഓ എത്ര നല്ല ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകൻ. ഓ എത്ര നല്ല ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകൻ. ഓ പുത്രത്വത്തിനാത്മാവാണ് ശക്തിയായി പുത്രത്വത്തിൽ ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഓ വീണ്ടെടുക്കപ്പെട്ട. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പെന്തിക്കോസ് ആരാധന എന്ന് പറഞ്ഞാൽ തീ കത്തുന്ന ആരാധനയാ. മാറാ രോഗികൾ ഇതിനകത്ത് വന്നാൽ കയ്യൊന്നും വെക്കണ്ട, ആരാധനയിൽ സൗഖ്യമാകും. ഭൂതബാധയുള്ളവർ വന്നാൽ എവിടുന്നാ വരുന്നത്, പേരെന്നാണൊന്നും ചോദിക്കണ്ട, അത് തന്നെ വിട്ടുപോകും. പട്ടി പേപ്പട്ടി കടിച്ചവർ വന്നിട്ടുണ്ട്, അവർ സൗഖ്യമായിട്ടുണ്ട്.
പട്ടി ചത്തുപോയി, കട്ടികടി ഏറ്റ ആള് രക്ഷപ്പെട്ടു. മൂർഖം പാമ്പ് കൊത്തി പാമ്പ് ചത്തു, ആള് രക്ഷപ്പെട്ടു. അതാ പെന്തിക്കോസ് ആരാധന. അഭിഷിക്തന്മാർ ആത്മനിറവിൽ നിന്റെ ശിരസിൽ കൈവച്ചാൽ സകല കെട്ടും പൊട്ടും. ഒരു ആഭിചാരവും നിനക്ക് പറ്റത്തില്ല, ഒരു ലക്ഷണവിദ്യയും ഫലിക്കത്തില്ല. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഓ ദിരിപിക്കമന ഇന്ന് രാത്രി ചില കെട്ടുകൾ പൊട്ടട്ടെ. ദേശത്തിന്റെ വ്യാപാര ശക്തികൾ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. ഇന്ന് രാത്രി ജനത്തെ തടയുന്ന ദേശാധിപതികളുടെ ശക്തികൾ, ചെറുകോലിനെ അടക്കി ഭരിക്കുന്ന ദുഷ്ട ശക്തികൾ, ഇന്ന് രാത്രി വിടുതൽ വിടുതൽ വിടുതൽ. വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വെക്കരുത്. ഇന്ന് രാത്രി ദേശത്തിന്റെ കെട്ടുപൊട്ടട്ടെ. അന്യായ ബന്ധനം ഇന്ന് രാത്രി അഴിയട്ടെ. അടമന ജലതലപടവ റികതന. ഈ രാത്രി ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, വ്യക്തികൾ വിടുതലെടുക്കട്ടെ. സാത്താന്റെ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. അടമത്തുനയാ രഗതക്കടയാ ധിരജാര അന്തലവേദി വൈഡപ്രമന. ഇന്ന് രാത്രി ദൈവിക വിടുതൽ. ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ ആരാധിക്ക്. ഇന്ന് രാത്രി ദുഷ്ട വ്യാപാരങ്ങൾ കൃപ കൃപ ദേശത്തിന്റെ പള്ളക്കാടുകളെ ഇളക്കട്ടെ. ദേശത്തിന്റെ പള്ളക്കാടുകൾ ഇളകട്ടെ. ആഭിചാരത്തിന്റെ ശക്തികൾ അടിക്കട്ടെ. ദേശം കൈയടക്കി വെച്ചിരിക്കുന്ന, ദേശത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. ഓടാറ സന്തല ജലാധാര അടമന ദുരബലപടമന. ഇന്ന് രാത്രി വന്നന പോലെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി വന്നന പോലെ പോകരുത്. നീ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു പോകണം. നിന്റെ ആമൻ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത് ഇരിക്കുന്ന രോഗബന്ധനം ഇന്ന് രാത്രി അടിയട്ടെ. അടൽക്കന ദുരൽക്കട ദിരപടബലപട അന്തര വിരിവിക ബലപടമന. വിടുതൽ 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 വിടുതൽ, ദൈവിക വിടുതൽ. ഓ കൃപ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ ജീസസ്, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ സഭ വിടുവിക്കപ്പെടട്ടെ. ഈ സഭയിൽ ആത്മാക്കൾ വരട്ടെ. ഈ സഭയിൽ ആത്മാക്കൾ വരാതിരിക്കാൻ തടസ്സമായി വ്യാപരിക്കുന്ന ദേശത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അടിയട്ടെ. വടക്കിന്നും തെക്കിന്നും ആത്മാക്കൾ കടന്നു വരട്ടെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. സമീപ ഭവനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഈ സമീപ ഭവനങ്ങളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. അന്തരാ ജലാധാര വൈഡപ്രമനപടമല അന്തൽ വിരിവിരിവികബലപട. ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യുന്ന രാത്രി. ഇന്ന് രാത്രി ദൂതനെ ദൈവം അയക്കട്ടെ. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഇന്ന് രാത്രി ദൈവശക്തി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ വിടുവിക്കണമേ, ആത്മാക്കളെ തരണമേ, കുടുംബങ്ങളെ വിടുവിക്കണമേ. ദേശത്തിന് കെട്ട് ഇന്ന് രാത്രി പൊട്ടട്ടെ. ഊടമക്ഷസി വൈഡപ്രമനപടമന. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കൃപ, ദൈവകൃപ, ദൈവകൃപ. ഇന്ന് രാത്രി ദൈവിക വിടുതൽ, ദൈവിക വിടുതൽ. എല്ലാ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ദേശാധിപതികളുടെ ശക്തികൾ എല്ലാം ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞത് കൊണ്ട് അങ്ങ് നിർത്തുക. എനിക്കൊരു 2 മണിക്കൂറൂടെ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ദൂരെയൊക്കെ പോകേണ്ടവരുണ്ട്. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.
ക്ഷണിച്ചവർക്ക് നന്ദി. ആരും നശിച്ചു പോകരുത്. നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് സഭയോട് ചേരണം, അഭിഷേകം പ്രാപിക്കണം, വേർപാട് പാലിക്കണം, തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങുകയും വരവിൽ കൈവിടപ്പെടുകയും ചെയ്യരുത്. വീഴാതവണ്ണം നമ്മളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവിനെ സേവിച്ചും ആരാധിച്ചും പോകുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചും ഓർപ്പിച്ചും എന്നെ ക്ഷണിച്ചവർക്ക് ഒരിക്കലും നന്ദി. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിനും സഭയ്ക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. വാക്യം വായിച്ച സഹോദരൻ നമ്മുടെ വിശ്വാസിയല്ലേ, സഹോദരിമാർക്കും എല്ലാവർക്കും ലിസിമാമയൊക്കെ വളരെ ബന്ധപ്പെട്ടാ വന്നേ.